കാണുന്ന എല്ലാം ഹജർ മൗണ്ടൻസിൽപ്പെട്ട ഷീസ് വാലിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഷീസ് പാർക്കിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഷീസ് പാർക്കിൻ്റെ വിശേഷങ്ങളാണ്. ഒരു 25 മീറ്റർ ഉയരമുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്, ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം. അതാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഷീസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഷീസ് പാർക്കിൻ്റെ വീഡിയോകളൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട വഴിയെപ്പറ്റിയും അതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം ഡീറ്റെയിൽസ് പറയുന്നില്ല. ഈ വരുന്ന റോഡിൻ്റെ കാഴ്ചകളൊക്കെ അറിയാമല്ലോ. ടണലും കുറേ മലകളും ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ പിന്നെ ചൂട് കാലം തുടങ്ങി, പുറത്ത് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പാർക്ക് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ചൂടും ഉണ്ടാവില്ല, അതുപോലെ തിരക്കും കുറവായിരിക്കും. പാർക്കിങ്ങിൽ കുറച്ച് വണ്ടികളെ കാണുന്നുള്ളൂ, അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പാർക്കിനുള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഈ ഹജർ മൗണ്ടൻസിലെ ഷീസ് മലനിരകളാണ് ഈ പുറകെ കാണുന്നത്. ഈ പാർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മലകൾക്ക് ഒരു കേടുപാടും ഉണ്ടാകാതെയാണ് പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, കാണുന്ന മലയുടെ മേളിലാണ് ഈ പാർക്കിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കുകളൊക്കെ കഴിയുമ്പോൾ പാർക്ക് കൂടുതലൊരു അട്രാക്റ്റീവ് ആകും എന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തായാലും ഈ സീസണിൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ ചൂട് തുടങ്ങിയില്ല, ഈ സീസൺ തീരാറായി. ഇനി അടുത്ത സീസണിൽ നോക്കിയാൽ മതി. ഷീസ് പാർക്കിന് 2 എൻട്രൻസാണുള്ളത്. ഇതൊരു സബ് എൻട്രൻസ് ആണ്. ആ കാണുന്നൊരു റെസ്റ്റോറൻ്റ് ആണ്, അതിൻ്റെ അടുത്താണ് മെയിൻ എൻട്രൻസ്. വെള്ളച്ചാട്ടം വർക്ക് ചെയ്യുന്നില്ല. ഈ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇന്ന് വന്നത് വെറുതെ ആവും. എന്തായാലും നോക്കാം. ഇപ്പോൾ 8:30 ആകുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിക്ക് വലിയ കേടുപാടുകളില്ലാതെയാണ് ഇവരിവിടെ നിർമ്മാണമെല്ലാം നടത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ പാലമായിരുന്നാലും ഇതൊക്കെ നടപ്പാതായിരുന്നാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ എടുത്ത കല്ലുകൾ കൊണ്ടാണ്. വെള്ളച്ചാട്ടം സ്റ്റാർട്ടായെന്ന് തോന്നുന്നു. ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡാഗയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ അറബിക് ഡിഷസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വാട്ടർഫോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റിൽ കയറിയാൽ നേരെ മുമ്പിലായിട്ടാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. ഈ പാർക്കിൻ്റെ ഡ്രോയിങ് ആണ്, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളതെന്നുള്ള ഒരു ഡ്രോയിങ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാർബിക്യൂ ഏരിയ. 6 ബാർബിക്യൂ ടേബിൾ ഉണ്ട്. അപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ദിവസങ്ങളിൽ വരികയാണെങ്കിൽ നേരത്തെ വന്ന് സ്പേസ് പിടിക്കണം. മുമ്പൊരു ദിവസം വന്ന ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബാർബിക്യൂ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ കല്ലുകൾ പാകിയിട്ട്
നടപ്പാതകൾ അത്യാവശ്യം 4-5 സ്ഥലത്ത് ഇതുപോലെയുള്ള നടപ്പാതകളുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നടപ്പാതകളുണ്ട്. പാർക്കിൽ എല്ലായിടത്തും ഇതുപോലെ ബെഞ്ചുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാം. ഒരുപാട് ബെഞ്ചുണ്ട്. ആ കാണുന്നതാണ് ആംഫി തിയേറ്റർ. ഈ അടുത്ത കാലത്ത് കോർഫക്കാനിൽ യുഎയിലെ ഏറ്റവും വലിയൊരു ആംഫി തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഈ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റേജിൽ പെർഫോമൻസ് നടക്കും. കാഴ്ചക്കാരൊക്കെ സെമി സർക്കിളിലുള്ള ഇരിപ്പിടങ്ങളിലിരുന്നിട്ട് കാഴ്ചകൾ കാണാം. അതാണ് ഈ ആംഫി തിയേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൗണ്ടൻ വാക്ക് വേ ആണ്. ഈ കുന്നിൻ്റെ മുകളിലോട്ട് നടന്നു കയറാൻ വേണ്ടിയിട്ട് പടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കരിങ്കല്ലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. 500 മീറ്ററാണ് അവിടെ എഴുതിയിരുന്നതെന്ന് തോന്നുന്നു. 500 മീറ്റർ. എന്തായാലും കയറി നോക്കാം. വ്യൂ പോയിന്റിൽ പോയിട്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. നടന്നൊരു പകുതി എത്തിക്കഴിയുമ്പോൾ ഒരു വാക്ക് വേ വലത്തോട്ടുണ്ട്. അവിടെ ഒരു വ്യൂയിങ് പോയിൻ്റ് ഉണ്ട്. ഞാനെന്തായാലും ഇതിന് മുകളിലുള്ള വ്യൂയിങ് പോയിന്റിലോട്ട് പോകാൻ പോവാം. തിരിച്ചു വരുമ്പോൾ ഇവിടെ പോകാമെന്നുള്ള ഐഡിയ. എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം. കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് അത്ര അധികം ഗ്യാപ്പ് അല്പം കൂടുതലാണ്. സേഫാണ്, എന്നാലും കൊച്ചുകുട്ടികളുമായിട്ട് വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഇത് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത്, വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ചെറിയ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാർക്കിങ്ങും അതുപോലെ കുട്ടികളുടെ പാർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മുകളിൽ ഇനി ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. ഇതതിൻ്റെ തൊട്ട് താഴെയാണ്. അതായത് ഇങ്ങനെ പാർക്കിംഗ്. ഇപ്പോൾ കുറച്ച് വണ്ടികളായിട്ടുണ്ട്. ഞാൻ നേരത്തെ വരുമ്പോൾ വണ്ടി തീരെ കുറവായിരുന്നു. 4-5 കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഞാൻ വന്ന കാറ്. ദൂരെ കാണുന്നതാണ് ഷാർജ കോർഫക്കാൻ റോഡ്. ഈ അടുത്താണ് ആ റോഡ് ഓപ്പൺ ആയത്. ഇവിടെ നിന്ന് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഈ കാണുന്ന മുഴുവൻ. ഈ കാണുന്നത് ബാർബിക്യൂ ഏരിയയാണിത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ വീഡിയോ, അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോർഫക്കാൻ ഭാഗത്ത് ഷാർജ ഗവൺമെൻറ് കുറേ അധികം ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഷീസ് പാർക്ക് ഓപ്പൺ ചെയ്തത്. വാദി ഷീസ്, അതുപോലെ കോർഫക്കാനിലെ പുതിയ വാട്ടർഫോൾ, കുറേ കാര്യങ്ങൾ കോർഫക്കാനിൽ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഷീസ് പാർക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഓപ്പൺ ചെയ്തത്. ടോപ്പ് വ്യൂ പോയിന്റിലോട്ടുള്ള സ്റ്റെപ്പ് ഇതല്പം സ്റ്റീപ്പാണ്, കയറ്റം കൂടുതലാണ്. അങ്ങനെ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ വരുന്ന ആൾക്കാർ ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. 10 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല ചൂടായിരിക്കും. ഇതാണ് ഏറ്റവും ടോപ്പ് പോയിന്റിലുള്ള റെസ്റ്റ് ഏരിയ. അത്യാവശ്യം വെയിലുണ്ട്. നടന്ന് മുകളിലെത്തിയപ്പോൾ കിതയ്ക്കുന്നു.
ചൂടുള്ളത് കൊണ്ടായിരിക്കും. ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം സ്റ്റാർട്ടാകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുഴുവൻ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇത് അല്പം കൂടെ കയറിയാൽ ഏറ്റവും ടോപ്പിലെത്താം. സ്റ്റെപ്പൊന്നുമില്ല, പക്ഷേ ഈസിയായിട്ട് കല്ല് വഴി ചവിട്ടി കയറി പോകാൻ പറ്റും. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ. ഈ കാണുന്ന എല്ലാം ഹജർ മൗണ്ടൻസിൽ പെട്ടത് ഷീസ് വാലിയാണ്. ഈ ഷീസ് പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഷീസ് വില്ലേജ് വരുന്നത്, ഷീസ് ഹെറിറ്റേജ് ഏരിയ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, നമ്മുടെ ചാനലിലുണ്ടാവും. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് വ്യൂ പോയിന്റിലുള്ള കാഴ്ചകൾ. ഈ റെസ്റ്റ് ഏരിയയിലൊക്കെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വ്യൂ പോയിന്റിലുള്ള കാഴ്ചകൾ ബാക്കിയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടതുപോലെയുള്ള കാഴ്ചകളേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷീസ് പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷീസ് പാർക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാദി ഷീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും, പക്ഷേ വേറൊരു എപ്പിസോഡായിട്ടായിരിക്കും ഇടുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.